നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 13ാമത്തെ കഥ തത്തകൾ പറഞ്ഞ കഥ, 2ാം ഭാഗം. ഈ സമയം ആ വഴി വന്ന ഒരു യാത്രക്കാരൻ പാഴ്ക്കിണറ്റിൽ നിന്നുയർന്ന ആർത്തനാദം കേട്ട് തൽക്ഷണം കിണറ്റിന് സമീപത്തേക്ക് പാഞ്ഞു. ഒരു യുവതി അതിനുള്ളിൽ ആസന്ന മരണയായി കിടന്ന് പിടയുന്നതും അടുത്ത് വേറൊരു യുവതിയുടെ മൃതശരീരം കിടക്കുന്നതും കണ്ട് അയാളുടെ ചിത്തം അതീവ തരളമായി തീർന്നു. സ്വജീവൻ പോലും അവഗണിച്ച് അയാൾ തൽക്ഷണം കിണറ്റിലേക്ക് ചാടി. അപ്പോഴും ജീവൻ മരണ സമരം നടത്തിക്കൊണ്ടിരുന്ന യുവതിയെ പൊക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. അയാൾ കൊടിയ സംഭ്രമത്തോടുകൂടി ചോദിച്ചു, "കുഞ്ഞേ, നീ ഏത്? എങ്ങനെ ഈ പാഴ്ക്കിണറ്റിൽ വീണു?" യുവതി രോദനം നിർത്തി ഗദ്ഗതവാണിയിൽ പറഞ്ഞു, "ഖേമഗുപ്തൻ എന്ന വ്യാപാരിയുടെ മകളാണ് ഞാൻ എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ ഏതാനും കൊള്ളക്കാർ ഞങ്ങളെ ആക്രമിച്ചു. അവർ എൻ്റെ പരിചാരികയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. അനന്തരം എൻ്റെ സർവ്വ ആഭരണങ്ങളും അപഹരിച്ച ശേഷം എൻ്റെ ഭർത്താവിനെ വരിഞ്ഞുകെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞെ, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു. ഈ സ്ഥലങ്ങളിലെ കവർച്ചക്കാർ അത്രയ്ക്ക് ഭയങ്കരന്മാരാണ്. ഹേമഗുപ്തനെ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ നിന്നെ സുരക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നുണ്ട്. എന്നോടുകൂടി പോരുക." ഇപ്രകാരം പറഞ്ഞ് ആ ദയാലുവായ പഥികൻ ഉടൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ പിതൃഗേഹത്തിൽ എത്തിക്കുകയും ചെയ്തു. അവൾ നേരെ തൻ്റെ മാതാപിതാക്കളുടെ സമീപത്തേക്ക് പോയി. ഈ അപ്രതീക്ഷിത കാഴ്ച കണ്ട് എന്തെന്നില്ലാത്ത സംഭ്രമത്തോടുകൂടി അവർ ചോദിച്ചു, "എന്ത്, നമ്മുടെ മകളല്ലേ ഇത്? നിനക്കെന്ത് സംഭവിച്ചു കുഞ്ഞേ?" അവൾ അപ്പോഴും കിടുകിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ രോദനം ഒട്ട് ശമിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "വഴിമധ്യേ ആയുധപാണികളായ ഒരു സംഘം കവർച്ചക്കാർ ഞങ്ങളെ കൊള്ളയടിച്ചു. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന പരിചാരികയെ അവർ പാഴ്ക്കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. അതിനുശേഷം അവർ എൻ്റെ സർവ്വ ആഭരണങ്ങളും അഴിച്ചെടുത്ത ശേഷം എൻ്റെ ഭർത്താവിനെ വരിഞ്ഞു കെട്ടി എവിടേക്കോ കൊണ്ടുപോവുകയും ചെയ്തു. കിണറ്റിൻകരയിൽ നിലവിളിച്ചു കൊണ്ടുനിന്ന എന്നെ ഇതാ ഈ പരമദയാലു ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇതിൽ കൂടുതലായി എനിക്ക് യാതൊരു അറിവുമില്ല." ഈ പരമദാരുണമായ വിവരം ശ്രവിച്ച വ്യാപാരി പറഞ്ഞു, "എല്ലാം ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യം. മകളെ, നീ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടാതിരിക്കുക. നിന്റെ ഭർത്താവിനെ നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. എന്തെന്നാൽ കവർച്ച സംഘക്കാർ സാധാരണയായി പണവും സ്വർണവും മാത്രമേ അപഹരിക്കുകയുള്ളൂ. നിന്റെ ഭർത്താവിനെ ഇപ്പോഴും ജീവനോടുകൂടി ഇരിപ്പുണ്ടെന്ന് തന്നെ ധൈര്യമായി വിശ്വസിക്കുക." ഭാര്യയെ ചതിച്ച് ആഭരണങ്ങളും പണവും തട്ടിക്കൊണ്ടുപോയ സാഗരൻ ഒരു വേശ്യയുടെ വീട്ടിൽ താമസമുറപ്പിച്ചു. കുറേ നാൾ അവൻ അവിടെ മദനാനന്ദ മകരന്തം അനായാസം ഭുജിച്ച് നിർവൃതി കൊണ്ടു. അപ്പോഴേക്ക് അവൻ്റെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മുഴുവൻ വേശ്യ കൈവശപ്പെടുത്തി. അനന്തരം ചവച്ചു തുപ്പുന്ന കരിമ്പിൻ ചണ്ടി പോലെ അവൾ അവനെ സ്വഭവനത്തിൽ നിന്നും ഗൃഹസ്ഥം ചെയ്യുകയും ചെയ്തു. അവൻ ഏതാനും ദിവസം അനന്യശരണനായി പലയിടത്തും അലഞ്ഞു നടന്നു. ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ അവൻ നരക ദുരിതം തന്നെ അനുഭവിച്ചു. ഒടുവിൽ എന്തും വരട്ടെ, ഭാര്യാഗൃഹത്തെ തന്നെ ശരണീകരിക്കുക എന്ന് നിശ്ചയിച്ച് അവൻ അങ്ങോട്ടേക്ക് തിരിച്ചു. ഇടറുന്ന പാദങ്ങൾ അവനെ ഒരു വിധത്തിൽ അവിടെ കൊണ്ടുപോയി എത്തിച്ചു. എന്തൊരു അപ്രതീക്ഷിതമായ കാഴ്ചയാണ് അവൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചത്. പാഴ്ക്കിണറ്റിൽ വീണ് മരിച്ചുപോയിരിക്കുമെന്ന് കരുതപ്പെട്ട ഭാര്യ അതാ അവനെ നോക്കി പുഞ്ചിരി തൂകുന്നു, പുളകം കൊള്ളുന്നു, അവൻ്റെ സവിധത്തിലേക്ക് പാഞ്ഞെത്തുന്നു. അവളുടെ തരളമായ പത്നീഹൃദയം തെരുതെരെ തുടിച്ചു. അവൾ ചിന്തിച്ചു, അദ്ദേഹത്തിന് മനോവേദന ഉളവാക്കുന്ന യാതൊരു വാക്കും യാതൊരുവിധ പെരുമാറ്റവും എന്നിൽ നിന്നുണ്ടാകരുത്. എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന പതിപ്രേമവും സഹനശക്തിയും അദ്ദേഹത്തിന് അനന്തമായ ആശ്വാസമരുളും. പശ്ചാത്താപ ചിന്ത പോലും അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ ഉദിക്കുവാൻ അവസരം കൊടുക്കരുത്. അവൾ ഭർത്താവിൻ്റെ സവിധത്തിലണഞ്ഞു. കരവല്ലികൾ സ്വഭർത്താവിൻ്റെ ഗളം ചുറ്റി അണച്ചു. അനന്തരം അവൾ പറഞ്ഞു, "പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങൊന്നുകൊണ്ടും വിഷാദിക്കരുത്. നമ്മുടെ മാർഗമധ്യേ ആയുധപാണികളായ കൂട്ടായ്മ കവർച്ചക്കാർ നമ്മെ കടന്നാക്രമിച്ച് എൻ്റെ പരിചാരികയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന ശേഷം അവർ എൻ്റെ സർവ്വ ആഭരണങ്ങളും അപഹരിച്ചെന്നും അനന്തരം അവർ അങ്ങയെ വരിഞ്ഞുകെട്ടി കൊണ്ടുപോയെന്നും ഒക്കെയാണ് ഞാൻ അച്ഛനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതേ കഥ തന്നെ അങ്ങും അച്ഛനോട് പറയണം. അങ്ങൊന്നുകൊണ്ടും വിഷാദിക്കാതിരിക്കുക. ഈ ഭവനം അങ്ങയുടെ സ്വന്തമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊള്ളുക. ഞാൻ അങ്ങയുടെ അക്രീത ദാസിയും." ഇപ്രകാരം പറഞ്ഞ് അവൾ ഭവനത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് അല്പസമയത്തിനുള്ളിൽ തൻ്റെ മാതാപിതാക്കളുമായി മടങ്ങിയെത്തി.
ഹേമഗുപ്തൻ തൻ്റെ ജാമാതാവിനെ ഗാഠാശ്ലേഷം ചെയ്തു. ചുംബിച്ച് കണ്ണുനീർ പൊഴിച്ചു. ഇതിനകം തന്നെ മുൻപറഞ്ഞ വിധത്തിലൊരു കെട്ടുകഥ രത്നാവലി സ്വപിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് തൻ്റെ ജാമാതാവിനെ ഒരു വിധത്തിലും സംശയിക്കാൻ ഹേതു ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ദിവസം ശാന്തി വിളയാടുന്ന ആ വിശ്രുത ഭവനത്തിൽ ഒരു ആനന്ദ മഹോത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കുമാറ് എല്ലാവരും ആമോദിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. സാഗരൻ ഭാര്യാഗൃഹത്തിൽ തന്നെ താമസമുറപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തൻ്റെ പുത്രിയുടെ നഷ്ടപ്പെട്ട ആഭരണങ്ങളുടെ സ്ഥാനത്ത് അവയേക്കാൾ വിശിഷ്ടങ്ങളായ ആഭരണങ്ങൾ വൃദ്ധൻ സജ്ജീകരിച്ചു നൽകി. പുത്രിക്കും ജാമാതാവിനും യാതൊരു അല്ലലും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നതിനാൽ പൂർവ്വകാലത്തെ കരാളമായ സംഭവസ്മരണകൾ അവരുടെ ചിത്തങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രി സാഗരൻ സ്വപത്നിയോടൊന്നിച്ച് ഒരേ മഞ്ചത്തിൽ ശയിച്ചിരിക്കുകയായിരുന്നു. സ്വൈരസല്ലാപങ്ങളും മറ്റും കഴിഞ്ഞ് രത്നാവതി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പക്ഷേ സാഗരന് ഉറക്കം വന്നില്ല. അയാളുടെ മസ്തിഷ്കം കരാളമായ ഏതോ ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ ശ്വാസശബ്ദം പോലും അമർത്തിക്കൊണ്ട് സാവധാനം എഴുന്നേറ്റു. അപ്പോഴും രത്നാവതി ഗാഠനിദ്രയിൽ തന്നെ. സാഗരൻ ഒരു പിശാചായി മാറി. അവൻ താൻ ഗൂഢമായി കരുതിയിരുന്ന ഒരു കഠാര കുത്തിയിറക്കി സ്വപത്നിയെ കൊന്നു. അനന്തരം അവളുടെ സർവ്വ ആഭരണങ്ങളും കഴറ്റിയെടുത്ത് പിന്നീട് ഒരു നിമിഷം പോലും അവിടെ തങ്ങി നിൽക്കാതെ വെളിയിലേക്ക് കടന്ന് ഊരിരുളിലൂടെ നീന്തി നിമിഷ നേരത്തിൽ അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു. പെൺതത്ത ഇപ്രകാരം കഥ സമാപിപ്പിച്ചു. അനന്തരം അല്പനേരത്തെ വിരാമത്തിന് ശേഷം അവൾ തുടർന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാരെ രാപ്പകൽ വിശ്വസിക്കരുതെന്ന്. സ്വാർത്ഥ ദുർമൂർത്തികളായ അവരുടെ ഹൃദയത്തിൽ സ്നേഹമെന്നൊരു വികാരമേ ഇല്ല. സ്വന്തം സുഖത്തിനു വേണ്ടി അവർ എന്ത് പൈശാചിക കൃത്യവും അനുഷ്ഠിക്കും. എന്താ ഇപ്പോൾ ബോധ്യമായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആൺവർഗത്തിൻ്റെ പേരിൽ യാതൊരു വിശ്വാസവുമില്ല, അവരുമായുള്ള ബന്ധവും വേണ്ട എന്ന് പറഞ്ഞത്. ഇത് കേട്ട കൃശാനു രാജകുമാരൻ ആൺതത്തയെ അഭിസംബോധന ചെയ്തു. അല്ലയോ പ്രിയപ്പെട്ട തത്തെ, പെൺതത്ത പറഞ്ഞ കഥ, ഹൃദയസ്പൃക്കായ കഥ നീ സശ്രദ്ധം ശ്രവിച്ചിരിക്കുമല്ലോ. പുരുഷന്മാരെ ഒരു തരത്തിലും വിശ്വസിക്കരുതെന്ന് അവൾ എത്ര വിദഗ്ധമായി സമർത്ഥിച്ചിരിക്കുന്നു. ഇതിനെതിരായി നിനക്ക് എന്താണ് പറയാനുള്ളത്? അത് കേട്ട ആൺതത്ത ആവേശത്തോടുകൂടി വേറൊരു കഥ പറയുവാൻ ആരംഭിച്ചു. എൻ്റെ അഭിപ്രായവും ഒരു കഥ കൊണ്ട് തന്നെ സമർത്ഥിക്കാം. പണ്ട് ഭീമപുരം എന്ന ദേശത്ത് ധർമ്മപാലൻ എന്ന ഒരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു. അടുത്തുള്ള രാജ്യമായ രാജഗിരിയിലെ വണിക്കിൻ്റെ പുത്രിയായ മനോരഞ്ജിനി എന്ന യുവതിയെയാണ് ധർമ്മപാലൻ വിവാഹം ചെയ്തിരുന്നത്. വധൂവരന്മാർ തമ്മിൽ പ്രായം കൊണ്ട് വലിയ അന്തരമുണ്ടായിരുന്നു. അയാൾക്ക് 40ഉം അവൾക്ക് 20ഉം. ധർമ്മപാലൻ കൂടെ കൂടെ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്കായി അയൽദേശങ്ങളിലേക്ക് പോവുക പതിവായിരുന്നു. ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങൾ തന്നെയും കഴിഞ്ഞാണ് അയാൾ നാട്ടിലെത്തുക. ഈ കാലങ്ങളിൽ രഞ്ജിനി തൻ്റെ പിതൃഗ്രഹത്തിൽ പോയി താമസിക്കുന്നതും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു പ്രാവശ്യം ധർമ്മപാലൻ കച്ചവടത്തിനായി വിദേശത്തു പോയി. 6 മാസം പല ദിക്കുകളിലുമായി സഞ്ചരിച്ചു. അതിനിടയിൽ പിതൃഗ്രഹത്തിൽ താമസിച്ചിരുന്ന മനോരഞ്ജിനി സമീപത്തുകാരനായ ഒരു യുവാവിൻ്റെ പേരിൽ ദൃഢാനുരക്തയായി ചമഞ്ഞു. ആദ്യം പരമരഹസ്യമായി തുടങ്ങിയ ഈ അഭിനിവേശം കാലക്രമത്തിൽ അങ്ങാടിയിൽ പരസ്യമായി തുടങ്ങി. മനോരഞ്ജിനിക്ക് ഒരു നിമിഷമെങ്കിലും കാമുകനെ കാണാതെ ജീവിക്കുക ദുസ്സഹമായി തീർന്നു. അവൾ തൻ്റെ വിശ്വസ്ത സഖിയായ വേറൊരു യുവതിയെ കൂട്ടുപിടിച്ച് അവളെ തൻ്റെ ഹൃദയഭാരം അറിയിച്ചു. ഏതുവിധേനയും പ്രസ്തുത യുവാവിനെ തൻ്റെ വീട്ടിലേക്ക് രഹസ്യമായി കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം സഖി ഏറ്റു. അതനുസരിച്ച് മനോരഞ്ജിനിയുടെ ദൗത്യവും വഹിച്ചുകൊണ്ട് സഖി രഹസ്യമായി യുവാവിൻ്റെ വസതിയിലെത്തി അവളുടെ ഇംഗിതം അറിയിച്ചു. അവൻ ഏറ്റവും ആഹ്ലാദചിത്തനായി തീർന്നു. ഞാൻ തീർച്ചയായും ഇന്ന് രാത്രി അവിടെ എത്തിക്കൊള്ളാം. അപകടമൊന്നുമില്ലല്ലോ? അപകടമോ? അപകടമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് എനിക്കല്ലേ? അങ്ങ് ധൈര്യമായി വരിക. ഞാൻ സർവ്വ ഒരുക്കങ്ങളും പരമരഹസ്യമായി നിർവഹിച്ചിരിക്കും. അയാളുടെ സമ്മതം ലഭിച്ച ഉടൻ തന്നെ ദൂതി നേരെ മനോരഞ്ജിനിയുടെ സമീപത്തണഞ്ഞ സകല വിവരങ്ങളും അവളെ അറിയിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ വിശ്വസ്ത മിത്രമേ, നിന്റെ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നീ നേരെ വീട്ടിലേക്ക് പോവുക. അദ്ദേഹം വന്നു ചേർന്നാലുടൻ എന്നെ അറിയിക്കാൻ. തൽക്ഷണം ഞാൻ രഹസ്യമായി അവിടെ എത്തിക്കൊള്ളാം. വ്യവസ്ഥ അനുസരിച്ച് തക്ക സമയത്ത് തന്നെ യുവാവ് ദൂതിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു.
അവൾ അവനെ സത്കരിച്ച് വീട്ടിനുള്ളിൽ ഒരു ഭാഗത്ത് രഹസ്യമായി ഇരുത്തിയ ശേഷം നേരെ മനോരഞ്ജിനിയുടെ പിതൃഗൃഹത്തിലേക്ക് പോയി. നിന്റെ കാമുകൻ എത്തിച്ചേർന്നിരിക്കുന്നു സഖി, ഉടൻ എന്നോടൊന്നിച്ചു വരിക. പ്രേമവും ഭീതിയും ഏകകാലത്തിൽ മനോരഞ്ജിനിയുടെ ചിത്തത്തിൽ ഒതിച്ചു. ഒടുവിൽ പ്രേമം തന്നെ വിജയിച്ചു. മനോരഞ്ജിനി പറഞ്ഞു, അല്പസമയം ക്ഷമിക്കുക, വീട്ടിലുള്ളവരെല്ലാം ഉറങ്ങിക്കൊള്ളട്ടെ. അങ്ങനെ സമയം ഏകദേശം അർദ്ധരാത്രിയോടടുത്തപ്പോൾ അവരിരുവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ദൂതിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പ്രേമചിന്ത കൊണ്ട് സാഹസികനായി തീർന്ന യുവാവിൻ്റെ ആഹ്ലാദം പറയാവതല്ല. യാതൊരു പ്രതിബന്ധവും കൂടാതെ ആ യുവകാമിനി കാമുകന്മാർ ആ വിശ്വസ്ത ദൂതിയുടെ ഭവനത്തിൽ സമ്മേളിച്ചു. പ്രേമലീലകളാടി. ഏകദേശം പുലരാൻ 2 മണിക്കൂറുള്ളപ്പോൾ മനോരഞ്ജിനി തൻ്റെ പിതൃഗൃഹത്തിലേക്കും അവളുടെ കാമുകൻ അവൻ്റെ സങ്കേതത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ മദനാനന്ദപ്രദമായി കഴിഞ്ഞുകൂടി. ഒടുവിൽ ഒരു ദിവസം വ്യാപാര സംബന്ധമായി വിദേശത്ത് പോയിരുന്ന ധർമ്മപാലൻ മടങ്ങിയെത്തി. അന്നു രാത്രി തന്നെ അയാൾ ഭാര്യയെ വിളിച്ചുകൊണ്ടുവരുവാനായി അവളുടെ വീട്ടിലേക്ക് പോയി. ഭർത്താവിനെ കണ്ട മാത്രയിൽ അസ്വസ്ഥ ചിത്തയായി തീർന്ന മനോരഞ്ജിനി തൻ്റെ സഖിയോട് പറഞ്ഞു, ഇത്രകാലം ഞാൻ പരമാനന്ദം അനുഭവിച്ചു. എൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഇന്നുകൊണ്ട് അവസാനിച്ചു സഖി. ഇനി ഞാൻ എന്തു ചെയ്യും? അവൾ തൻ്റെ ഹൃദയവധ മുഴുവൻ ദൂതിയെ അറിയിച്ചു. പകൽ സമയം അവൾ ഒരു വിധത്തിൽ തള്ളി നീക്കി. രാത്രിയായി. ആഗതൻ അത്താഴം കഴിഞ്ഞപ്പോൾ മനോരഞ്ജിനിയുടെ മാതാവ് അയാൾക്ക് രാത്രി കഴിക്കാൻ വേണ്ടി പ്രധാന കെട്ടിടത്തിനോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക അറയിൽ ശയനോപകരണങ്ങൾ ഒരുക്കി. അനന്തരം അവൾ സ്വപുത്രിയെ അരികിൽ വിളിച്ച് വാത്സല്യപൂർവ്വം അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അതാ നിങ്ങൾക്കുറങ്ങാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. നീ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി മനോരഞ്ജിനി മുഖം വീർപ്പിച്ച് മൗനമാചരിക്കുകയാണ് ചെയ്തത്. ഈ കാഴ്ച കണ്ട മാതാവ് ദേഷ്യപ്പെട്ട് അവളെ ഒരു വിധത്തിൽ ഭർത്തൃസവിധത്തിലേക്ക് തള്ളിവിട്ടു. ഗത്യന്തരമില്ലാതെ അവൾ ഭർത്താവിൻ്റെ സവിധത്തിലേക്ക് പോയി. വളരെ കാലത്തെ വിരഹം മൂലമുള്ള ആവേശത്തോടുകൂടി അയാൾ അവളെ കടന്നു പിടിച്ച് ആശ്ലേഷാദികൾ കൊണ്ട് സത്കരിച്ച് തൻ്റെ മണിമഞ്ചത്തിൽ തന്നെ കിടത്തി. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി അവൾ ശുണ്ഠിയെടുത്ത് മറുവശം തിരഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. പ്രേമവചനങ്ങൾ കൊണ്ടും ലാളന കൊണ്ടും അവളെ വശീകരിക്കാനുള്ള അയാളുടെ ശ്രമങ്ങളും പരാജയപ്പെട്ടു. താൻ വിദേശത്തു നിന്നും കൊണ്ടുവന്നിരുന്ന അമൂല്യങ്ങളായ ആഭരണങ്ങൾ, വസ്ത്രവിശേഷങ്ങൾ മുതലായവ അവളുടെ മുമ്പിൽ വാരി വിതറി. അയാൾ അവളെ കൂടുതൽ കൂടുതൽ താലോലിക്കാൻ ശ്രമിക്കും തോറും അവളുടെ ഹൃദയത്തിൽ അസഖ്യതയും ഈർഷ്യയും വർദ്ധിക്കുകയാണ് ചെയ്തത്. കുറേയേറെ സമയം അങ്ങനെ കഴിഞ്ഞു. യാത്രാക്ഷീണം കൊണ്ടും പ്രേമപരാഭവത്താലും അയാൾ ഒടുവിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ അവൾക്ക് അന്നത്തെ രാത്രി നിദ്രാരഹിതമായ കാളരാത്രി തന്നെയായിരുന്നു. തൻ്റെ കാമുകനെ പറ്റിയുള്ള ചിന്ത അവളുടെ ചിത്തത്തിൽ നിറഞ്ഞു നിന്നു. ഭർത്താവ് ഗാഠനിദ്രയിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൾ നിശബ്ദയായി മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ കൂരിരുൾ നിറഞ്ഞ രാത്രിയിൽ ഏകയായി സ്വകാമുകൻ്റെ വസതിയിലേക്ക് നടന്നു. വഴിമധ്യേ ഒരു ചോരൻ അവളെ കണ്ടു. നല്ല യൗവനത്തിലുള്ള ഈ യുവതി ഈ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്ന സമയം ഒറ്റയ്ക്ക് എവിടെ പോകുന്നതായിരിക്കും? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അവൻ അവളെ ഗൂഢമായി പിന്തുടർന്നു. കുറേ നേരം പോയപ്പോൾ അവൾ സ്വകാമുകൻ്റെ വീട്ടിലേക്ക് കയറുന്നത് കണ്ട് അവൻ ഒരു ഗൂഢസ്ഥലത്ത് ഒളിച്ച് അനന്തര സംഭവങ്ങൾ വീശിച്ചിരിപ്പായി. ഇതേസമയം യുവതിയുടെ കാമുകനായ യുവാവാകട്ടെ സർപ്പദർശനമേറ്റ് സ്വഭവനത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഉറക്കമായിരിക്കുമെന്ന് കരുതി അനിയന്ത്രിതമായ കാമാവേശത്തോടുകൂടി അവൾ ആ മൃതദേഹത്തെ കടന്നു പിടിച്ചു ഗാഠാശ്ലേഷം ചെയ്തു. വിളിച്ചുണർത്താൻ ശ്രമിച്ചു. മധുരമധുരമായ പ്രേമവചനങ്ങൾ ഉച്ചരിച്ചു. യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. പതിയിരുന്ന ചോരൻ ഈ രംഗം രഹസ്യമായി സൂക്ഷിച്ച് വീക്ഷിക്കുകയായിരുന്നു. അതേസമയം ഒരു അരയാൽ വൃക്ഷക്കൊമ്പത്ത് ഇരുന്ന നിശാചരനായ ഒരു ദുർഭൂതത്തിൻ്റെ ദൃഷ്ടികളും ആ രംഗത്തിൽ പതിഞ്ഞു. പരമസുന്ദരിയായ ആ മനുഷ്യ സ്ത്രീയെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കാമവികാരങ്ങൾ ആളിക്കത്തി. അവൻ വൃക്ഷത്തിൽ നിന്നിറങ്ങി ഭവനത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ മായാശക്തി കൊണ്ട് അവളുമായി കാമലീലകൾ നടത്തി. അവൻ്റെ പൈശാചികമായ കാമപരാക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ഉരുക്കു ഹസ്തങ്ങളിൽ കിടന്ന് പിടഞ്ഞ യുവതിയുടെ മൂക്ക് അവൻ ദംഷ്ട്രകൾ കൊണ്ട് കടിച്ചെടുത്തു. അനന്തരം യാതൊരു പശ്ചാത്താപ വികാരവും കൂടാതെ അവൻ അവിടെ നിന്ന് മായാശക്തിയാൽ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഈ രംഗങ്ങൾ മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരുന്ന ചോരൻ കൊടും ഭീതിയോടുകൂടി പാത്തും പതുങ്ങിയും അവിടെ നിന്ന് കടന്നു. ഇതേസമയം മൂക്ക് നഷ്ടപ്പെട്ട മനോരഞ്ജിനി കടുനിണം ഒലിക്കുന്ന നാസാദ്വാരവുമായി സ്വസഖിയുടെ വീട്ടിലേക്ക് പോയി.
അവളെ സർവ്വവിവരങ്ങളും അറിയിച്ചു. സഖി അവളെ കഴിവത് ആശ്വസിപ്പിച്ച ശേഷം ഇപ്രകാരം ഉപദേശിച്ചു: വന്നത് വന്നു, ഇനി ദുഃഖിച്ചിട്ട് ഫലമില്ലല്ലോ. സഖി ഒരു കാര്യം ചെയ്യുക. സമയം അർദ്ധരാത്രി കഴിഞ്ഞതേയുള്ളൂ. ഉടൻ തന്നെ ഭർത്താവിൻ്റെ സമീപത്തെത്തി അത്യുച്ചത്തിൽ നിലവിളിക്കണം. കഠിന വേദന ഭാവിക്കണം. ചോദിക്കുന്നവരോടെല്ലാം നിന്റെ ഭർത്താവ് നിന്റെ മൂക്ക് കടിച്ചെടുത്തു കളഞ്ഞെന്ന് പറഞ്ഞ് മാറത്തടിക്കണം. ഞാൻ നോക്കിയതിൽ നിനക്ക് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മാർഗമേ കാണുന്നുള്ളൂ. സഖിയുടെ സമയോചിതമായ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് അവൾ നേരെ ഭർതൃസവിധത്തിലേക്ക് പോയി. അത്യുച്ചത്തിൽ നിലവിളിക്കാനും മാറത്തടിക്കാനും തുടങ്ങി. അതിൻ്റെ ഹേതു എന്തെന്നറിയാതെ അവളുടെ മാതാപിതാക്കളും അയൽക്കാരും പാഞ്ഞെത്തി. അവരോടെല്ലാം അവൾ സഖി നിർദ്ദേശിച്ചു കൊടുത്ത അതേ കഥ തന്നെ പറഞ്ഞു. കാണികളെല്ലാം ഭർത്താവിനെ നിഷ്കരുണം ഭർസിച്ചു. മഹാഭാവി, നിനക്കെങ്ങനെ തോന്നി ഈ പൊന്നോമന കുഞ്ഞിൻ്റെ മൂക്ക് കടിച്ചെടുക്കാൻ? നിന്നെ ജീവന് തുല്യം സ്നേഹിച്ച ധർമ്മപത്നിയെ ഇങ്ങനെ കടിച്ചു കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ മനുഷ്യനോ പിശാചോ രാക്ഷസനോ? രാക്ഷസൻ പോലും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം ഭാര്യയുടെ മൂക്ക് കടിച്ച് രക്തമൂറ്റി കുടിക്കുകയില്ലല്ലോ. ദുഷ്ടാ, ദ്രോഹി, മഹാപാപി. ഇതിനകം യുവതിയുടെ പിതാവ് ആളയച്ച് നഗര ന്യായാധിപനെ വിവരമറിയിച്ചു. ന്യായാധിപൻ തൻ്റെ കിങ്കരന്മാരുമായി പാഞ്ഞെത്തി സംഭവവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രതിയായ ധർമ്മപാലനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ന്യായാധിപൻ പ്രതിയെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. തനിക്ക് കിട്ടിയിടത്തോളം വിവരങ്ങൾ രാജധാനിയിൽ ഉണർത്തിച്ചു. രാജാവ് പ്രതിയായ ധർമ്മപാലനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയാനാവാതെ അയാൾ മൗനം അവലംബിച്ചു നിലകൊണ്ടു. മനോരഞ്ജിനിയുടെ മൊഴി അവളുടെ തോഴി ഉപദേശിച്ചു കൊടുത്ത പ്രകാരം തന്നെയായിരുന്നു. രാജാവ് ധർമ്മപാലനോട് ഗൗരവസ്വരത്തിൽ ചോദിച്ചു: നിന്റെ പേരിലുള്ള കുറ്റത്തിൻ്റെ ഗൗരവം നീ മനസ്സിലാക്കിയിരിക്കുമല്ലോ. അതിന് നീ യാതൊരു സമാധാനവും ബോധിപ്പിച്ചിട്ടുമില്ല. നിന്റെ കുറ്റം നിരപേക്ഷമായി തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതിന് നിനക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? എല്ലാം പൊന്നു തിരുമേനിയുടെ ഹിതം. ഇത്രമാത്രം പറഞ്ഞ് അയാൾ മൗനാലംബിയായി നിലകൊണ്ടതേയുള്ളൂ. ശരി, നിന്നെ തീ പൊള്ളിച്ച് വധിക്കുവാൻ നാം ആജ്ഞാപിച്ചിരിക്കുന്നു. ഇപ്രകാരം രാജാവ് വിധി പ്രസ്താവിച്ചു. വിധി കേട്ട താമസം കാണികളുടെ കൂട്ടത്തിൽ നിന്ന് ആ ദാരുണ കൃത്യങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്ന ചോരൻ ധൈര്യം അവലംബിച്ച് മുന്നോട്ട് വന്നു. ചോരനായിരുന്നെങ്കിലും ഒരു നിരപരാധി മരണശിക്ഷ അനുഭവിക്കുന്നത് അവന് സഹിക്കാവുന്നതിൽ കൂടുതലായിരുന്നു. അവൻ രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു: പൊന്നു തിരുമേനി, അടിയന് മാപ്പ് തന്നാലും അടിയൻ ഇതുവരെ ഒരു ചോരനായിരുന്നു. പക്ഷേ അടിയൻ ഇന്നു മുതൽ ചോരവൃത്തി നിശേഷം നിർത്തിയിരിക്കുന്നു. ഈ പ്രതി തികച്ചും നിരപരാധിയാണ്. ആ സംഭവം മുഴുവൻ സ്വന്തം കണ്ണുകൊണ്ട് അടിയൻ കണ്ടതാണ് പ്രഭു. തിരുവുള്ളമുണ്ടെങ്കിൽ അടിയൻ സകല വിവരങ്ങളും ബോധിപ്പിക്കാം. രാജകൽപ്പന അനുസരിച്ച് അവൻ സകല വസ്തുതകളും രാജാവിനെ അറിയിച്ചു. പ്രതിയായ ധർമ്മപാലൻ തികച്ചും നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ധർമ്മപാലനും ചോരനും ഉചിതമായ പാരിതോഷികങ്ങൾ നൽകി യാത്രയാക്കി. അനന്തരം അദ്ദേഹം മനോരഞ്ജിനിയുടെ നേർക്ക് തിരിഞ്ഞു. നിന്നെപ്പോലുള്ള പതിഘാതിനികൾ സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാണ്. നിന്നെ ജീവനിൽ ഉപരിയായി സ്നേഹിച്ച ത്യാഗമൂർത്തിയായ നിന്റെ ഭർത്താവിനോട് ഇത്രയ്ക്ക് പൈശാചികമായ വിശ്വാസവഞ്ചനയും ക്രൂരതയുമാണ് നീ അനുവർത്തിച്ചിരിക്കുന്നത്. അനന്തരം അദ്ദേഹം രാജകിങ്കരന്മാരിൽ 2 പേരെ അരികിൽ വിളിച്ച് ആജ്ഞാപിച്ചു: പതിഘാതിനിയായ ഈ ഭയങ്കര രാക്ഷസിയുടെ മുഖം മുഴുവൻ കീലടിക്കുക. അവളുടെ ശിരസ് മുണ്ഡനം ചെയ്യുക. അവളെ ഒരു കഴുതപ്പുറത്ത് പിൻഭാഗം നോക്കിയിരുത്തി നഗരപ്രദക്ഷിണം നടത്തിയ ശേഷം സ്വതന്ത്രയായി വിട്ടേക്കുക. ഇതിൽ കുറഞ്ഞ് യാതൊരു ശിക്ഷ കൊണ്ടും രാജനീതി തൃപ്തിയടയുകയില്ല. ആൺതത്ത ഇങ്ങനെ ആ സ്തോഭജനകമായ കഥ പറഞ്ഞു തീർത്ത ശേഷം തുടർന്നു: ഇതുകൊണ്ടാണ് സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുന്നത്. നാഗത്തിൽ നരകം സൃഷ്ടിക്കുന്ന പിശാചികളാണവർ. അതുകൊണ്ട് തന്നെ സ്ത്രീലോകവുമായി യാതൊരു ബന്ധവും ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഇത്രയും പറഞ്ഞു തീർത്തതിന് ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു: അല്ലയോ രാജാവേ, ഇവരിൽ ആർക്കാണ് കൂടുതൽ പാപം? സ്ത്രീയെ ചതിച്ച പുരുഷനോ പുരുഷനെ ചതിച്ച സ്ത്രീക്കോ? സ്ത്രീക്ക് തന്നെ, സംശയമില്ല. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു: എന്തുകൊണ്ട്? ഒരു പുരുഷൻ ധാർമ്മികമായി എത്രമാത്രം അധപ്പതിച്ചാലും നന്മയുടെ ഒരംശമെങ്കിലും അവനിൽ അവശേഷിക്കും. ഒരു സ്ത്രീയാകട്ടെ അപ്രകാരമുള്ള ധർമാധർമ്മ ചിന്തകൾ യാതൊന്നും ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീയാണ് കൂടുതൽ പാപിഷ്ഠയെന്ന്. ഈ വാക്കുകൾ കേട്ടയുടൻ വേതാളം ബന്ധനവിമുക്തനായി പൂർവ്വസ്ഥാനം പ്രാപിച്ചു.
പതിവ് പോലെ വിക്രമാദിത്യൻ അവനെ പിന്തുടർന്ന് ബന്ധിച്ച് തോളിലേറ്റിക്കൊണ്ടു വന്നു. അപ്പോൾ വേതാളം പിന്നെയും കഥ പറയുകയുണ്ടായി. നന്ദി.